ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജി ബോട്ടണിയിൽ വരുന്ന റീപ്രൊഡക്ഷൻ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലുള്ള ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ ക്വസ്റ്റ്യൻ പറയും ആൻഡ് ഐ വിൽ ബി ഗിവിംഗ് ദി ഓപ്ഷൻസ്. നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ. ആൻഡ് ദെൻ നമ്മൾ ഓരോന്നിന്റെയും ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷനിലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പീരീഡ് ഫ്രം ഡെത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം നോൺ ആസ്? അപ്പം ഒരു ഓർഗാനിസത്തിന്റെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ആ ഒരു പീരീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈഫ് സ്പാൻ, ഓപ്ഷൻ ബി സെനിസൻസ്, ഓപ്ഷൻ സി ഏജ് ആൻഡ് ഓപ്ഷൻ ഡി ലൈഫ് സൈക്കിൾ. സോ ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ നോക്കുക ആൻഡ് ദെൻ വിൽ ഡിസ്കസ് ദി. So the correct answer is lifespan. From the period from birth to natural death of an organism is known as its lifespan. Life cycle എന്ന് പറയുന്നത് ഈ ലൈഫ് സ്പാനിൽ നടക്കുന്ന ഓരോ സ്റ്റേജസിനാണ് നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയാം. പിന്നെ ഏജ് എല്ലാവർക്കും അറിയാം. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് സെനിസൻസ് ആണ്. സെനിസൻസ് എന്ന് പറയുന്ന ടേം പ്ലാന്റിന്റെ ഗ്രോത്തിലുള്ള അസോസിയേറ്റഡ് ടേം ആണ്. അതായത് യൂഷ്വലി പ്ലാന്റിനെ അസോസിയേറ്റ് ചെയ്താണ്. അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിന് ശേഷം വരുന്ന സ്റ്റേജിനെ നമ്മൾ സെനിസൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത സെല്ലിന്റെ ഒക്കെ ഡിവിഷന്റെ പവറും പിന്നെ സെൽ ഗ്രോത്തിന്റെ പവറും ഒക്കെ കുറയും. അപ്പം പിന്നെ സെല്ല് ഇങ്ങനെ നേരെ ഡെത്തിലോട്ട് നീങ്ങും. അപ്പൊ ആ ഒരു പീരീഡിനാണ് നമ്മൾ സെനിസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the term used to describe genetic and morphologic similarities between different individuals? അല്ലെങ്കിൽ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? ഓപ്ഷൻ എ ഓഫ് സ്പ്രിംഗ്, ഓപ്ഷൻ ബി ക്ലോൺ, ഓപ്ഷൻ സി ഗാമെറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സെൽ. B. Yeah, so the correct answer is option B, clones. From genetically morphologically similar ആയിട്ട് ഇൻഡിവിജ്വൽസ് നമ്മൾ ക്ലോൺസ് എന്നാണ് പറയാം. അപ്പം ക്ലോൺസ് നാച്ചുറൽ റീപ്രൊഡക്ഷൻ വഴി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആയിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നമുക്ക് ക്ലോൺസിന് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയിലൊക്കെ ഉള്ള ബൈനറി ഫിഷൻ. അപ്പൊ ബൈനറി ഫിഷൻ വഴി ഒരു ബാക്ടീരിയൽ സെല്ല് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഈ ഉണ്ടായി വരുന്ന രണ്ട് ഡോട്ടർ സെൽസും ഒരേപോലെ ആയിരിക്കും. കാരണം ഒരൊറ്റ പാരന്റ് സെല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം ഡോട്ടേഴ്സിന് കിട്ടുന്ന DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഒന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലോണിങ് വഴി ഉണ്ടാവുന്ന അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽസ് ഒക്കെ ക്ലോൺസ് എന്ന് പറയാൻ കാരണം. പിന്നെ ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വഴി നമുക്ക് ലാബിലൊക്കെ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവരും ജനറ്റിക്കലി സിമിലർ ആയിരിക്കും, പാരന്റ്സിനോട് സിമിലർ ആയിരിക്കും. പിന്നെ അതേപോലെ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒക്കെ ജനറ്റിക്കലി സിമിലർ ആണ്. ദെൻ വേറൊരു ടേം ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരുന്നു. ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്ഷൻ വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ പാരന്റ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ഗാമീറ്റ്. ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ് നമ്മൾ ഗാമീറ്റ്സ് എന്ന് പറയാം. അപ്പം ഒരേപോലെയുള്ള ഗാമീറ്റ്സ് നമ്മൾ ഐസോ ഗാമീറ്റ്സ് എന്ന് പറയും. ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ഹെട്രോ ഗാമീറ്റ്സ് എന്ന് പറയും. ഹെട്രോ ഗാമീറ്റ്സിലാണ് സ്പേംസും എഗ്സും ഒക്കെ വരുന്നത്. സോ എന്നിട്ട് ഈ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ് സൈഗോട്ട് ഉണ്ടാവും. അപ്പം ടേംസ് ഒക്കെ പെട്ടെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാന്റ് ഇസ് ദ ടെറർ ഓഫ് ബംഗാൾ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സിറിയസ്, ഓപ്ഷൻ ബി കോപ്സ് പ്ലാന്റ്, ഓപ്ഷൻ സി വാട്ടർ ഹയസിന്ത് ആൻഡ് ഓപ്ഷൻ ഡി കാക്ടസ്. Water hyacinth. Correct answer. So the correct answer is water hyacinth. വാട്ടർ ഹയസിന്തിന്റെ വാട്ടർ ഹയസിന്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു സ്ഥലത്ത് കാണപ്പെടാത്ത അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഏലിയൻ സ്പീഷീസിനാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ ഹയസിന്ത് ഒക്കെ ശരിക്കും ഇന്ത്യക്ക് കോമൺ അല്ല, അത് ബ്രസീലിലാണ് വളർന്നുകൊണ്ടിരുന്നത്. അപ്പം ഇന്ത്യയിലോട്ട് വന്നപ്പം എന്താ വെച്ചാല് ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്പീഷീസ് ആണ്. അപ്പം അവർക്ക് ഇവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. പെട്ടെന്ന് അവർ വളരാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള അവിടെ നാച്ചുറൽ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചെടീനെയും മീനിനെയും ഒക്കെ അവർ ഇല്ലാണ്ടാക്കി. അതുകൊണ്ടാണ് ഏലിയൻ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. അത് കാരണം
എന്താണ് മെറൈൻ ഓർഗാനിസംസ് ഒന്നും നല്ലോണം വളരാൻ പറ്റിയില്ല. അതുകൊണ്ട് ബംഗാളിൽ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ടെറർ ഓഫ് ബംഗാളിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയെങ്കിൽ ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം. വിജയചരിത്രം ആവർത്തിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, capsule notes and other study materials in PDF format, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 എന്ന നിസ്സാരമായ ഫീസിൽ. From where do rhizomes arise? Rhizomes എന്ന് പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ മെത്തേഡ് ഏത് പാർട്ടിൽ നിന്നാണ് വരുന്നത്? ഓപ്ഷൻ എ റൂട്ട്സ്, option B leaves, option C buds, and option D nodes. Okay, so let's discuss the answer. The correct answer is option D nodes. Rhizomes ഉണ്ടായി വരുന്ന പോയിന്റ് നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. സോ അത് സ്റ്റെമ്മിലുള്ള ഒരു സ്റ്റെമ്മിൽ ലീഫും റൂട്ട്സും അല്ലെങ്കിൽ വേറൊരു പുതിയൊരു വെജിറ്റേറ്റീവ് പാർട്ട് ഉണ്ടാവുന്ന ആ പോയിന്റ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ നോഡ്സിൽ നിന്നാണ് പുതിയ റൈസോംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോയുടെ കേസിൽ നമ്മൾ ആ നോഡ്സിന് ഐസ് എന്നാണ് പറയുന്നത്. ഞാൻ നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്, മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി അത് ഐസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഐസിൽ നിന്നാണ് പുതിയൊരു റീജിയൻ വരുന്നത്. അതേപോലെ ജിഞ്ചറിലും റൈസോം എന്നാണ് പുതിയ സ്റ്റെം ഒക്കെ വരുന്നത്. അപ്പം റൈസോം ഏത് സ്ഥലത്താണ് വരുന്നത് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ഇസ് നോഡ്സ്. നെക്സ്റ്റ്, ഓക്കെ, the next question, how does bryophyllum reproduce? Option A leaves, option B stem, option C roots, and option D nodes. Bryophyllumത്തിന്റെ റീപ്രൊഡക്ഷൻ മെക്കാനിസം ഏതെന്നാണ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെക്കാനിസം ഏത് പാർട്ടിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Leaves. Option A. Yeah, correct answer is leaves. So ബയോഫിലം ഏറ്റവും കോമൺ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ലീവ്സ് എന്ന് പറയുന്നത്. ലീവ്സിന്റെ ആ മാർജിൻസിൽ നിന്ന് അതൊരു ഇല പറിച്ച് മണ്ണിൽ നട്ടാൽ ആ ഒരു പാർട്ടിൽ നിന്ന്, ആ ലീഫിന്റെ മാർജിൻസിൽ നിന്ന് പുതിയ ബഡ്സ് വളർന്ന് അതൊരു പുതിയ ചെടിയായിട്ട് മാറും. സോ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ്. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് പി എസ് സി അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയചരിത്രം ആവർത്തിക്കുവാൻ ടെക് പി എസ് സിയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് പി എസ് സിയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ is better than asexual reproduction. Is it true or false? False. Actually the correct answer is true, because സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷനെക്കാളും ബെറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 ഇൻഡിവിജ്വൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന അതിൽ നിന്നുണ്ടായി വരുന്ന ഓഫ്സ്പ്രിങ്സിന് കുറച്ചും കൂടെ ബെറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഇതിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. വേരിയേഷൻ കാരണം എന്താണ്, അവര് വളരുന്ന ചുറ്റുപാടായിട്ട് അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് വളരാൻ പറ്റും. എന്തെങ്കിലും ഒരു രോഗം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ കുറച്ചും കൂടെ അഡാപ്റ്റബിലിറ്റി വരുന്നത് നമുക്ക് വേരിയേഷൻ ഉള്ളപ്പോഴാണ്. മറിച്ച് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായി വരുന്ന എല്ലാ ഓഫ്സ്പ്രിങ്സും ഒരേപോലെ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല് എല്ലാ ഓഫ്സ്പ്രിങ്സിനെയും ഒരേപോലെ ബാധിക്കും. അപ്പൊ ഓഫ്സ്പ്രിങ്സ് മൊത്തം ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊക്കെ പ്രശ്നം വരും. സോ വേരിയേഷൻ വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ്. അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെക്കാളും ബെറ്റർ എന്ന് പറയുന്നത്. ബട്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വേറൊരു ഡിഫറൻസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കുറച്ചും കൂടെ പെട്ടെന്നാണ് നടക്കുക സെക്ഷൽ റീപ്രൊഡക്ഷന് കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രോത്ത് നോൺ ആസ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ
പീരീഡ് ഓഫ് ഗ്രോത്തിന് നമ്മൾ ഏത് ടേം വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സെനിസൻസ്, ഓപ്ഷൻ ബി ജുവനൈൽ ഫേസ്, ഓപ്ഷൻ സി റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് ഫേസ്. Juvenile phase. Yeah, so okay, ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡി ആയിരിക്കും. കറക്റ്റ് വെജിറ്റേറ്റീവ് growth phase in plants. The growth phase in plants is actually known as vegetative phase. നമ്മൾ ഗ്രോത്തിന് പീരീഡ് ഓഫ് ഗ്രോത്ത് ഇസ് ജനറലി ജുവനൈൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയുന്നത്. ആൻഡ് വെജിറ്റേറ്റീവ് ഫേസിന് ശേഷം വരുന്ന ഒരു അടുത്ത ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അതായത് മെച്യൂർ ആയി നമുക്ക് പുതിയ ഇൻഡിവിജ്വൽസിനൊക്കെ ഉണ്ടാക്കുന്ന ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കുന്ന ആ ഒരു ഫേസിനാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. സോ ഇത് കൺഫ്യൂസ് ആവരുത്. ജനറലി പീരീഡ് ഓഫ് ഗ്രോത്ത് നമ്മൾ ജുവനൈൽ ഫേസ് എന്നാണ് പറയാം. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. Alright. Next question. Which of the following undergoes binary fission? Option A, amoeba. Option B, hydra. Option C, yeast. And option D, ringworm. Binary fission. ഇതില് ഏത് ഓർഗാനിസം ആണ് ബൈനറി ഫിഷൻ വഴി എന്താണ്? Option A. Okay. So if there are other options, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ just keep it in your mind. The correct answer is option A, amoeba. Amoeba മിക്ക സിംഗിൾ സെൽ ഓർഗാനിസംസും ബൈനറി ഫിഷൻ വഴിയാണ് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്ര സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണ് ബഡ്ഡിങ്. ദെൻ ഈസ്റ്റ് അതേപോലെ ബഡ്ഡിങ് വഴിയും പിന്നെ അതേപോലെ തന്നെ സ്പോറിലേഷൻ വഴിയും റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ദെൻ റിംഗ്വർം എന്ന് പറയുന്നത് ആക്ച്വലി ഓർഗാനിസം അല്ല, അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു പേരിനാണ് നമ്മൾ റിംഗ്വർം എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് an easy question. Next question. Which organism undergoes the phenomenon of encystation? Option A, plants. Option B, amoeba. Option C, ringworm. And option D, fungi. ഇതിൽ ഏത് ഓർഗാനിസം ആണ് എൻസിസ്റ്റേഷൻ അണ്ടർഗോ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so the correct answer is option A, amoeba. അമീബയാണ് ഇൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത്. ഇൻസിസ്റ്റേഷൻ വെച്ചാല് ഈ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, ചിലപ്പം പ്രോപ്പർ ആയിട്ട് വളരെ മോയ്സ്ചർ ഇല്ല, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടി, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വളരാനായിട്ട് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അമീബ പോലത്തെ ഓർഗാനിസത്തില് അവരുടെ സെല്ലിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ സിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് കട്ടി കൂടിയ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിരിക്കും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവരുടെ ആ ഹാർഷ് കണ്ടീഷൻ അല്ലെങ്കിൽ വീണ്ടും മോയ്സ്ചർ വന്ന് അല്ലെങ്കിൽ വളരാനുള്ള സാഹചര്യം വീണ്ടും വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സിസ്റ്റിൽ നിന്ന് അമീബ പുറത്തോട്ട് വന്നിട്ട് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following is an example of a runner? Runner എന്ന വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഏതാണ്, സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ലോലിയം മൾട്ടിഫ്ലോറം. ഓപ്ഷൻ ബി, നാർസിസസ്. ഓപ്ഷൻ സി, ബ്രയോഫില്ലം. ആൻഡ് ഓപ്ഷൻ ഡി, കലാൻചോ. റണ്ണർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so the correct answer is option A, Lolium multiflorum. അതൊരു ഗ്രാസ് ടൈപ്പ് ആണ്, റണ്ണർ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാർസിസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ബൾബ് വെച്ചിട്ടാണ്, ബൾബ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അണിയൻസ്, സവാളയൊക്കെ ബൾബ് ഫോർമേഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് കൊടുത്ത കലാൻചോയും ബ്രയോഫില്ലവും അഡ്വെന്റീഷ്യസ് ബഡ്സ് വെച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രയോഫില്ലം ലീഫിൽ നിന്നാണ് പുതിയ അഡ്വെന്റീഷ്യസ് ബഡ്സ് വരുന്നത്. Next question. What is budding also called in yeast? Option A, archaeocytes. Option B, vegetative propagation. Option C, torulation. And option D, fragmentation. ഈസ്റ്റിൽ കാണപ്പെടുന്ന ബഡ്ഡിങ്ങിന് ഉള്ള വേറൊരു ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്. Try to answer it and we'll discuss it soon. Fragmentation.
സോ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വേറെ ടൈപ്പ് ഓഫ് വേറെ തന്നെ ഒരു പ്രോസസ് ആണ്. ബഡിങ് അല്ല ഫ്രാഗ്മെന്റേഷൻ. കറക്റ്റ് ആൻസർ ഇസ് സി, ടോറുലേഷൻ. ബഡിങ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റിലും വേറെ കുറെ മൈക്രോ ഓർഗാനിസത്തിലൊക്കെ കാണുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ്. അതായത് അവരുടെ പുറത്ത് സെൽ സർഫസിനോട് അടുത്തായിട്ട് ഒരു ചെറിയൊരു ബഡ് രൂപപ്പെടും. ഈ ബഡ് എന്നിട്ട് എന്ത് ചെയ്യും, പാരന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അടർന്നു പോയിട്ട് വേറൊരു പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. അപ്പം ഈസ്റ്റ് ഒരു ഫംഗൈ ജീനസ് ആണ് ടോറുല. അപ്പം ഈ ടോറുലയിൽ ഉണ്ടാകുന്ന ബഡ്സ് ഒക്കെ പൊതുവെ ഉണ്ടായി വരുന്ന ബഡ്സ് ഒക്കെ ഈ ടോറുല എന്ന് പറഞ്ഞ് ജീനസിനോട് സിമിലർ ആയിരിക്കും കാണാൻ. അവരുടെ സ്ട്രക്ചർ കാണാൻ ഫംഗൈ ജീനസ് ആയ ടോറുല പോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടോറുലേഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു മെക്കാനിസം ആണ്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പീസ് മാറും. ഒരു ബഡ് അല്ല വരുന്നത്, അറ്റത്തിന് ഏതെങ്കിലും ഒരു പീസ് സെപ്പറേറ്റ് ആയിട്ട് ഫ്രാഗ്മെന്റ് വരും. എന്നിട്ട് ഈ ഒരു ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കഷ്ണം പുതിയൊരു ഓർഗാനിസം ആയിട്ട് മൊത്തത്തിൽ മാറും. അതിനാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഈസ്റ്റിൽ കാണുന്ന ബഡിങ്ങിന്റെ വേറൊരു ടേം ആണ് ടോറുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not an example of vegetative propagation? Option A, offset. Option B, sucker. Option C, rhizome. And option D, fragmentation. Vegetative propagation example അല്ലാത്തത് ഏതാണ് ചോദിച്ചത്. Vegetative propagation ഓപ്ഷൻ ഡി. yes, correct answer is option D, fragmentation. കാരണം ബാക്കി കൊടുത്ത 3 ഓപ്ഷൻസും പ്ലാന്റ്സിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ആണ്. അതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഇസ് ആക്ച്വലി അസെക്ഷൽ. പക്ഷെ പ്ലാന്റ്സിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്ര ഫ്രാഗ്മെന്റേഷൻ വഴി അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is commonly known as walking fern? Option A, Kalanchoe. Option B, Saint Paulia. Option C, Begonia. And option D, Adiantum cordatum. ഇത് ചിലപ്പം മാത്രം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അറിയില്ലായിരുന്നു. സോറി. So the correct answer is Adiantum cordatum. Adiantum cordatum നമ്മൾ വാക്കിംഗ് ഫേൺ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാല് അതിന്റെ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം വളരെ കണ്ടാല് ശരിക്കും ഒരു വാക്കിംഗ് ഫേൺ പോലെയാണ്. അതായത് അവരുടെ ലീഫിന്റെ അറ്റം സോയിലിൽ ടച്ച് ചെയ്യുമ്പോൾ ആ ലീഫിന്റെ അറ്റത്ത് നിന്ന് പുതിയ ചെടി രൂപപ്പെടും. അതുകൊണ്ടാണ് ഒരു സർഫസിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്യുന്ന പോലെ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ വാക്കിംഗ് ഫേൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Offset can also be described as option A, thick runner. Option B, thin tuber. Option C, long rhizome. Option D, short suckers. So offset in നമുക്ക് വേറൊരു ടേം, ഇറ്റ് ഇസ് ആക്ച്വലി ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, മോഡിഫൈഡ് ടൈപ്പ് ആണ്, മോഡിഫിക്കേഷൻ ആണ്. അപ്പം അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദർ ആർ ഓപ്ഷൻസ് ആർക്കെങ്കിലും അറിയും, ഇല്ലെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് പോകാം. ഓക്കെ. Option A. Yeah, thick runner. So the correct answer is thick runner because runners എന്ന് പറഞ്ഞാല് അതായത് അവരുടെ നോട്ട്സിൽ നിന്ന്, ഈ ചെടികളിൽ നോട്ട്സിൽ നിന്ന് പുതിയൊരു ചെടീനെ അല്ലെങ്കിൽ പുതിയൊരു റൂട്ടോ ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ റണ്ണേഴ്സ് എന്ന് പറയാം. അപ്പം തിക്ക് റണ്ണേഴ്സ് എന്ന് പറയാൻ കാരണം ഓഫ്സെറ്റിന്റെ ഇന്റർ നോഡിന്റെ ലെങ്ത് കുറവായിരിക്കും, കുറച്ചും കൂടെ ഷോർട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിക്ക് റണ്ണേഴ്സ് എന്ന് പറയുന്നത്. സോ offsets are actually subaerial stem like runners with smaller internodes. ഇന്റർനോഡ് എന്ന് പറഞ്ഞാൽ 2 നോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് കുറവായതുകൊണ്ടാണ് നമ്മൾ തിക്ക് റണ്ണേഴ്സ് എന്ന് ഓഫ്സെറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓഫ്സെറ്റ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റേറ്റീവ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 എക്സാമ്പിൾസ് ആണ് പിസ്റ്റിയ, ഐക്കോർണിയ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the phase when the organism is old enough to reproduce known as? Very easy question. Option A, juvenile phase. Option B, vegetative phase. Option C, senescence. And option D, reproductive phase. Option C. What phase is
known as when the organism is old enough to reproduce. Reproduce ചെയ്യാൻ Option D. reproduce ചെയ്യാൻ പറ്റുന്ന ഏജ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്നാണ് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഫേസിന് ശേഷമുള്ള, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഫേസിനാണ് നമ്മൾ സെനിസൻസ് എന്ന് പറയുന്നത്. ആൻഡ് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസിനാണ് നമ്മൾ പറയുന്നത്. സോ ഫേസസ് ആർ നമ്മൾ കൺഫ്യൂസ് ആക്കാണ്ടിരിക്കുക. പേരിൽ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which plant species is it difficult to define the different phases? Option A, biennial. Option B, annual. Option C, perennial. And option D, seasonal. അതായത് പ്ലാന്റ്സിൽ 3 ഫേസസ് ഉണ്ട്: ജുവനൈൽ, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസൻസ് ഫേസ്. അപ്പം ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇങ്ങനെ തരംതിരിക്കാൻ പറ്റാത്ത ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ ഏത് ടേം വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബൈനിയൽ, ആനുവൽ, പെരീനിയൽ ആൻഡ് സീസണൽ. Option C. Yes, so the correct answer is option C, perennial plants. കാരണം പെരീനിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പം അവർക്ക് ഈ പ്രോപ്പർ ആയിട്ട് ഒരു വെജിറ്റേറ്റീവ് ഫേസ് പിന്നെ റീപ്രൊഡക്റ്റീവ് ഫേസ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, അവർ നീലക്കുറിഞ്ഞിയൊക്കെ പറയുന്ന പെരീനിയൽ ഫേസ്, അവർ 12 വർഷത്തിൽ ഒരിക്കലൊക്കെ ഫ്ലവർ ചെയ്യാറുള്ളൂ. സോ നമുക്ക് പ്ലാന്റ്സിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ആനുവൽ പ്ലാന്റ്സ്, ബൈനിയൽ പ്ലാന്റ്സ് ആൻഡ് പെരീനിയൽ പ്ലാന്റ്സ്. ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സീസണിൽ തന്നെ, ഒരൊറ്റ ഗ്രോയിങ് സീസണിൽ തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മസ്റ്റേർഡ്, വാട്ടർമെലൺ, ലെറ്റ്യൂസ്, മിക്ക നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഒക്കെ ആനുവൽ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പം അവര് ഒരൊറ്റ ഇയറിൽ തന്നെ വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും സെനിസൻസ് ഫേസും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ 2 ഗ്രോയിങ് സീസൺ എടുക്കും. യൂഷ്വലി 2 years ആയിരിക്കും എടുക്കുക. ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്, ക്യാബേജ്, അണിയൻ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ജെർമിനേറ്റ് ചെയ്യും, ഗ്രോത്ത് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ഫേസ് ഇയറിലായിരിക്കും അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് പെരീനിയൽ പ്ലാന്റ്സ് പറയുമ്പോൾ കുറെ വർഷങ്ങൾ ഇങ്ങനെ വളരും. അപ്പം കുറെ വട്ടം അവർ ഫ്ലവർ ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ പെരീനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാംഗോ, കോക്കനട്ട്, ബനാന, പിന്നെ യൂഷ്വലി ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ പെരീനിയൽ പ്ലാന്റ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ previous question related question ആണ്. Which type of plants flower only once? Option A, monocarpic. Option B, polycarpic. Option C, vivipary. And option D, eunocarpic. ഒറ്റ flower ചെയ്യുന്ന plants. Okay, so the correct answer is option A, monocarpic. അവരുടെ ലൈഫ് ടൈമിൽ ഒറ്റ വട്ടം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മൾ മോണോകാർപ്പിക് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ആനുവൽസ് ഉണ്ടാവാം, പിന്നെ പെരീനിയൽസും ഉണ്ടാവാറുണ്ട്. ആനുവൽസിന് എക്സാമ്പിൾ ആണ് മാരിഗോൾഡ്, വീറ്റ്, പാഡി ഒക്കെ. പിന്നെ ചില പെരീനിയൽസ്, ബാംബു ഒക്കെ ഒറ്റ വട്ടേ ഫ്ലവർ ചെയ്യുള്ളൂ. കുറെ സീസൺസ് അവർ വളരാൻ എടുക്കുന്നുണ്ടെങ്കിലും ഒറ്റ വട്ടം അവർ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. സോ ദേ ആർ നോൺ ആസ് മോണോകാർപ്പിക് പ്ലാന്റ്സ്. പിന്നെ പോളികാർപ്പിക് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കുറെ ടൈം അവരുടെ ലൈഫ് സ്പാനിൽ ഒന്നിൽ കൂടുതൽ വട്ടം അവർ ഫ്ലവർ ചെയ്യും. അപ്പം മിക്ക പെരീനിയൽസും പിന്നെ ബൈനിയൽസും പോളികാർപ്പിക് ആണ്. ദെൻ വിവിപാരി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടേം ആണ്. ഡയറക്റ്റ് ഫ്ലവറിങ്ങോ ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. അതായത് സീഡ്സ് ചെടിയിൽ അല്ലെങ്കിൽ മരത്തില് ഉള്ളപ്പോ തന്നെ ചെടിയിൽ നിന്ന് വിത്തിൽ നിന്ന് പുതിയൊരു ചെടി രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനാണ് വിവിപാരി എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കണ്ടൽക്കാടിലൊക്കെ ഈ വിത്ത് നിലത്ത് വീഴുന്നതിന് മുന്നേ തന്നെ മരത്തിലുള്ളപ്പോ തന്നെ ആ വിത്ത് മുളച്ച് പുതിയ ചെടിയാണ്. എന്നിട്ട് ആ മുളച്ച വിത്താണ് നിലത്തോട് വീഴുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് വിവിപാരി. ദെൻ യൂണോകാർപ്പിക് എന്ന് പറയുന്ന ടേം ആക്ച്വലി ഇല്ല. അത് മോണോകാർപ്പിക്കിന് പകരം കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇട്ടൊരു ടേം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗൈൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സീക്വൻസ് ഇൻ വിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ഫേസസിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ് ചോദിച്ചത്. വെരി ഈസി ക്വസ്റ്റ്യൻ. Option A, fertilization, post-fertilization and reproduction. Option B, pre-fertilization, fertilization, post-fertilization. Option C, pre-fertilization, fertilization, reproduction. And option D, pre-fertilization, post-fertilization, fertilization. കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option B. Option B. Okay, so the correct answer is option B, pre-fertilization, fertilization, post-fertilization. Pre-fertilization എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന ഇവന്റ്സിനാണ്. അപ്പം ഇവിടെ ഉണ്ടാവുന്ന സൈഗോട്ട്സ് അല്ലെങ്കിൽ ഗാമീറ്റ്സ് ഉണ്ടാവും.
സൈഗോട്ട്സ് അല്ല, ഗമീറ്റ്സ് രൂപപ്പെടും. എന്നിട്ട് ഗമീറ്റ്സിനെ ഫെർട്ടിലൈസേഷനിലാണ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ആവുന്നത്. ദെൻ സൈഗോട്ടിന്റെ ഫർദർ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. സോ പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. That is the correct sequence of events. Next question. Which factor is responsible for the changes in the 3 phases in a life cycle? Reproductive life cycle നടക്കുന്ന ഓരോ ഫേസസിനും അല്ലെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഇതിൽ കൊടുത്ത ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ഏതാണ്? ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി ഹോർമോൺസ്, ഓപ്ഷൻ സി റെസ്പിറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി nervous system. So which factor is actually responsible for the changes? Hormones. B. Yeah, so the correct answer is hormones. Hormones എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. നെർവസ് സിസ്റ്റം വേറെ കുറെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ചേഞ്ചസ് നടക്കുന്നത്. സോ ഹോർമോൺ ചേഞ്ചസ്, ഹോർമോൺസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലത്തെ ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യും, കൂടെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗൈൻ എ ട്രൂ ഓർ ഫോൾസ് question, easy question. Sexual reproduction is a fast process. True or false? False. Yeah. So sexual reproduction fast method അല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കുറെ ഇവന്റ്സ് വരുന്നുണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതേപോലെ തന്നെ ഗാമീറ്റ്സ് ഉണ്ടാവണം. അപ്പൊ അതിൽ മിയോസിസ് നടക്കണം. സോ ലോട്ട് ഓഫ് ടൈം എടുക്കാറുണ്ട്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് ടൈം. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഫാസ്റ്റ് പ്രോസസ്. പിന്നെ ഓരോ സ്പീഷീസിലും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയം മാറിക്കൊണ്ടേ ഇരിക്കും. മൊത്തത്തിലെ ടൈം പീരീഡ് ഇറ്റ് വേരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 മെയിൻ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്? പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന 2 മെയിൻ ഇവന്റ്സ് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ ഗമീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഫെർട്ടിലൈസേഷൻ, ഓപ്ഷൻ ബി ഗമീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഗാമറ്റോജെനസിസ്, ഓപ്ഷൻ സി ഗാമറ്റോജെനസിസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ, and option D gametogenesis and cell division. Pre-fertilization, ഫെർട്ടിലൈസേഷൻ മുന്നേ നടക്കുന്ന ഇവന്റിൽ നടക്കുന്ന 2 മെയിൻ പ്രോസസ്സസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option B. So the correct answer is option B, gamete transfer and gametogenesis. And the actual order is first gametogenesis and then gamete transfer. ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാല് ഗാമീറ്റ്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗാമീറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കണം. ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ മെയിൽ ഗാമീറ്റ്സ് ഫീമെയിൽ ഗാമീറ്റ്സിന്റെ അടുത്തോട്ട് എത്തണം. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടുമാണ് പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. അത് ശരിക്കും ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഇവന്റിൽ നടക്കുന്ന പ്രോസസ്സിനാണ്. So pre-fertilization gamete transfer and gametogenesis and gamete transfer. Fertilization എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഫെർട്ടിലൈസേഷൻ തന്നെ, അല്ലെങ്കിൽ സിംഗമി അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്, അതാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. എന്നിട്ട് ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന ഇവന്റ്സ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. Next question, again a true or false question. Gametes are diploid. True or false? False. Yes. Yeah, so gametes are actually haploid. Haploid diploid എന്താണെന്ന് അറിയാം. Haploid എന്ന് പറയുമ്പോൾ ഒരൊറ്റ സെറ്റ് ഓഫ് ക്രോമോസോമേ ഉണ്ടായിരിക്കുള്ളൂ. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2 sets of chromosomes ഉണ്ടായിരിക്കും. സോ 2 ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൽ ഗാമേറ്റ് is also known as option A androzoid, option B egg, option C isogametes and option D fucus. Option A. Yeah, so the correct answer is option A androzoid. Androzoid അല്ലെങ്കിൽ sperm എന്നും പറയാറുണ്ട്. ഹെട്രോഗാമീറ്റ്സ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമുക്ക് മെയിൽ ഗാമീറ്റ്സ് ഏതാണ് ഫീമെയിൽ ഗാമീറ്റ്സ് ഏതാണെന്ന് പറയാൻ പറ്റുന്നത്. Then female gamete is also known as egg or ovum. ഐസോഗാമീറ്റ്സ് വെച്ചാൽ 2 ഗാമീറ്റ്സും ഒരേപോലെ ഷേപ്പും സൈസും ഒക്കെ ഒരേപോലെ. അപ്പൊ നമുക്ക് മെയിൽ ഗാമീറ്റ് ഏതാണ് ഫീമെയിൽ ഗാമീറ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. Then fucus എന്ന് പറയുന്നത് it is not a gamete, അതൊരു സീവീഡിന്റെ ഒരു ജീനസ് ആണ്. Next question, what are the male organs in a flowering plant called? Option A carpels, option B petals, option C ovary and option D stamen.
ഫ്ലവറിംഗ് പ്ലാന്റ് ഉള്ള മെയിൽ ഓർഗൻസിനെ നമ്മൾ ഏത് ടേം ആയിട്ട്? Option D, stamen. Yeah, so the correct answer is option D, stamen. അപ്പം യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ, അതായത് ഫ്ലവറിൽ ഒറ്റ സെക്സ് ഓർഗൻ ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പൊ മെയിൽ പാർട്ട് സെക്സ് ഓർഗൻസിന് നമ്മൾ, അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻസ് മാത്രമുള്ള ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് പ്ലാന്റ്സ് വിളിക്കും. ദെൻ ഫീമെയിൽസ് പാർട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് ആണ് വിളിക്കുക. സോ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സിൽ ഓവറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സിലെ ബൈസെക്ഷൽ പ്ലാന്റ്സിൽ രണ്ട് ഫീമെയിൽ ആൻഡ് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cucurbitous and coconuts are examples of option A, polyecious, option B, dioecious, option C, triaceous, and option D, monoecious. ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് cucurbitous and coconuts? അതായത് ഫീമെയിൽ സെക്സ് ഓർഗൻസ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസിന്റെ പൊസിഷൻ വെച്ച്. Option B, dioecious. Okay, so the correct answer is option D, monoecious. അതായത് ഇത് ആക്ച്വലി കൺഫ്യൂസിംഗ് ആണ്, മോണീഷ്യസും ഡൈഷ്യസും. സോ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരു സെയിം പ്ലാന്റിൽ ഉള്ളവരെയാണ് നമ്മൾ മോണീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം കുക്കുർബിറ്റസും കോക്കനട്സിലും ഒക്കെ രണ്ട് മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സും ഒരൊറ്റ ചെടി തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ മൊണീഷ്യസ് എന്നാണ് പറയാം. വേറൊരു ടേം മൊണീഷ്യസ് പ്ലാന്റ്സ് നമ്മൾ വേറൊരു ടേം എന്ന് പറയുന്നത് ഹോമോതാലിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഹോമോതാലി എന്നൊക്കെ പറയും. ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒറ്റ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടായിരിക്കുള്ളൂ, ഒന്നെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ്. സോ അതിനെയാണ് നമ്മൾ ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വേറൊരു ടേം ഇസ് ഹെട്രോതാലിക്. സോ കോക്കനട്ട് ആൻഡ് cucurbitous are actually examples of monoecious plants. Next question. Which of the following is an example of a unisexual organism? Option A, earthworm, option B, cockroach, option C, tapeworm, and option D, leech. Unisexual, അപ്പൊ ഏതെങ്കിലും ഒറ്റൊരു സെക്സ് ഓർഗൻ മാത്രമുള്ള. Option A. Earthworm, sir. So the correct answer is actually option B, cockroach. Because unisexual organisms എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒറ്റ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടായിരിക്കൂ, അതായത് ഒറ്റ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, either males or females. ലീച്ച്, ടേപ്വർം, എർത്ത് ബൈസെക്ഷൽ ആണ്, കാരണം അവരുടെ ബോഡിന്റെ ഉള്ളിൽ രണ്ട് സെക്സ് ഓർഗൻസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് ബൈസെക്ഷൽ എന്നാണ് പറയുന്നത്. സോ കോക്രോച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, എർത്തും ഒക്കെ കുറച്ച് ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഡീരിയേഴ്സ്. അപ്പൊ ഈ പൊതുവെ ആനിമൽസിലൊക്കെ കുറച്ച് ഡെവലപ്മെന്റ് കുറവുള്ള ഓർഗാനിസംസ് ഒക്കെ ബൈസെക്ഷൽ ആയിരിക്കും, രണ്ടോ സെക്സ് ഓർഗൻസ് ഉണ്ടായിരിക്കും. കാരണം അതൊരു അവരുടെ അഡാപ്റ്റേഷൻ ആണ്, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി കോക്രോച്ച്. കോക്രോച്ച് പിന്നെ അതിന് ശേഷം ഇൻസെക്ട്സും പിന്നെ മേലോട്ട് വരുന്ന ഓർഗാനിസംസ് ഒക്കെ യൂഷ്വലി യൂണിസെക്ഷൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which structure in the plant carries the male gamete organ? The male gamete carry ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, sperm, ഓപ്ഷൻ ബി, ovule, ഓപ്ഷൻ സി, pollen grains, and ഓപ്ഷൻ ഡി, spores. പ്ലാന്റ്സിൽ മെയിൽ gamete carry ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ്. Pollen grain. Yeah, so the correct answer is pollen grains ആണ് മെയിൽ ഓർഗൻസ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് pollen grains യൂഷ്വലി പ്ലാന്റ്സിന്റെ കേസിൽ അത് യൂഷ്വലി എന്താണ്, മെയിൽ ഗാമീറ്റ്സ് മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽ ഗാമീറ്റ്സ് സ്റ്റേഷനറി ആയിരിക്കും. അപ്പം എന്നിട്ട് മെയിൽ ഗാമീറ്റ്സ് പോളൻ ട്യൂബ് വഴി ഫീമെയിൽ ഗാമീറ്റ്സിലോട്ട് എത്തി ഫെർട്ടിലൈസേഷൻ നടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് സിംഗമി? Option A, parthenogenesis, option B, gamete transfer, option C, fertilization, and option D, gametogenesis. Syngamy is also known as, syngamy ന്റെ വേറെ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. Fertilization. Yeah, so the correct answer is option C, fertilization. Male gametum female gametum ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. Next question. Parthenogenesis is also called as option A, fertilization, option B, syngamy, option C, virgin birth, and option D, fusion. Option virgin birth. Yeah, so the correct answer is option C, virgin birth. ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ് അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പം ഉണ്ടായി വരുന്ന ഇൻഡിവിജ്വലും ഹാപ്ലോയിഡ് ആയിരിക്കും. സോ ഫെർട്ടിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ വെർജിൻ ബർത്ത് അല്ലെങ്കിൽ വെർജിനൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ. Parthenogenesis avoids wastage of germplasm.
ട്രൂ ഓർ ഫോൾസ്? ജെർംപ്ലാസത്തിന്റെ വേസ്റ്റേജ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ പാർത്തനോജനസിസ്? Does it avoid germplasm? The correct answer is true. Parthenogenesis avoids the wastage of germplasm. കാരണം കുറെ പാർത്തനോജനസിസിൽ it produces a large number of ova and sperm, so that എന്താണ് adults are devoted to feeding and bringing up the offspring. അപ്പം usually ഫെർട്ടിലൈസേഷൻ സ്പേംസിന്റെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് അവരവിടെ എനർജി കൺസേർവ് ചെയ്യാണ് പാർത്തനോജനസിസ് വഴി. സോ അതുകൊണ്ടാണ് ഇറ്റ് അവോയ്ഡ്സ് വേസ്റ്റേജ് ഓഫ് ജെർംപ്ലാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റീറ്റെയിൻഡ് ത്രൂ ഔട്ട് ജനറേഷൻസ് ഇൻ പാർത്തനോജനസിസ്? പാർത്തനോജനസിസ് വഴി ജനറേഷൻസോളം റീറ്റെയിൻ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫിനോടൈപ്പ്, ഓപ്ഷൻ ബി ജീനോടൈപ്പ്, ഓപ്ഷൻ സി ഏജ് ആൻഡ് ഓപ്ഷൻ ഡി ജനറേഷൻ. സോ what exactly is conserved with the help of parthenogenesis? എന്താണ് കൺസേർവ് ചെയ്യപ്പെടുന്നത് പാർത്തനോജനസിസ്? ആ പ്രോസസ് ഒന്ന് ഓർക്ക്, ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്? Any options, any idea? Genotype. Yes. Phenotype. So the correct answer is actually option B, genotype. കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലല്ലോ. അപ്പം ഇവിടെ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് വേരിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പം പാർത്തനോജനസിസ് വഴി ഉണ്ടാകുന്ന എല്ലാ ഇൻഡിവിജ്വൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരേപോലെ ആയിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ ആണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. സോ ജീനോടൈപ്പ് കൺസേർവ് ആകും ജനറേഷൻസോളം. പാർത്തനോജനസിസ് നടക്കുന്ന കാരണം ഉണ്ടായി വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ജീനോടൈപ്പ് ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫീനോടൈപ്പ്. അതായത് നമ്മുടെ ജീൻസിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതിനാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, ഫീനോടൈപ്പ് നിർണ്ണയിക്കുന്നത്. പക്ഷെ ഫീനോടൈപ്പിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചുറ്റുമുള്ള എൻവയൺമെന്റ്സിനനുസരിച്ച് നമ്മുടെ ഫീനോടൈപ്പ് മാറും. പക്ഷെ എൻവയൺമെന്റ്സിനനുസരിച്ച് ജീനോടൈപ്പ് അങ്ങനെ പെട്ടെന്ന് മാറാറില്ല. സോ അതുകൊണ്ടാണ് പാർത്തനോജനസിസ് വഴി കൺസേർവ് ചെയ്യുന്നത് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും മെയിൻലി കൺസേർവ് ചെയ്യുന്നത് ജീനോടൈപ്പ് ആണ്. സോ അത് കൺഫ്യൂസ് ആവാണ്ടിരിക്കുക. അപ്പം വേറൊരു പ്രത്യേകത, പാർത്തനോജനസിസ് വഴി ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽസിലൊക്കെ വേരിയേഷൻ അല്ലെങ്കിൽ വെറൈറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ജീനോടൈപ്പ് ഇസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the disadvantage of parthenogenesis? Option A, wastage of germplasm. Option B, retention of genotype. Option C, lack of adaptability. And option D, variety in population. Option D. Disadvantage ആണ് ചോദിച്ചിരിക്കുന്നത്. What is the disadvantage of parthenogenesis? Option D. So the correct answer is actually ഓപ്ഷൻ സി, ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി. സി, വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് എല്ലാ ഓഫ്സ്പ്രിങ്സും ഒരേപോലെ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരൊക്കെ ഒരേപോലെ ആ പ്രശ്നത്തിന് ബാധിക്കും. നേരെ മറിച്ച് ഒരു ഉണ്ടായി വരുന്ന ഓഫ്സ്പ്രിങ്സിൽ വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ഡിസീസ് റെസിസ്റ്റൻസ് കുറവായിരിക്കും, ചിലർക്ക് നല്ലോണം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നാല് റെസിസ്റ്റൻസ് ഉള്ളവർക്കൊക്കെ ആ ഡിസീസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം ഇതുണ്ടാവാൻ കാരണം എന്താ? അവർക്കൊക്കെ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ്. അവരുടെ ജനറ്റിക് മെഷീനറി അല്ലെങ്കിൽ അവരുടെ ജീനിൽ അല്ലെങ്കിൽ DNA വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കെങ്കിലും റെസിസ്റ്റൻസ് കിട്ടുന്നത്. പാർത്തനോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉണ്ടായി വരുന്ന ഓഫ്സ്പ്രിങ്സ് ഒക്കെ ഒരേപോലെയാണ്. അതായത് അവരുടെ ജീനോടൈപ്പ് ഒക്കെ ഒരേപോലെയാണ്. വിച്ച് മീൻസ് ദർ ഇസ് നോ വേരിയേഷൻ. വേരിയേഷൻ ഇല്ലെങ്കിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പാർത്തനോജനസിന്റെ ഡിസഡ്വാൻറ്റേജ്, ഒരു പോരായ്മയാണ് ചോദിച്ചത്. അതിന്റെ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി. പാർത്തനോജനസിസ് കാരണം വേരിയേഷൻ ഉണ്ടാവുന്നില്ല എന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾസോ പാർത്തനോജനസിസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിറ്റൻഷൻ ഓഫ് ജീനോടൈപ്പ്. പാർത്തനോജനസിന്റെ അഡ്വാൻറ്റേജ് ഇറ്റ് അവോയ്ഡ്സ് വേസ്റ്റേജ് ഓഫ് ജെർംപ്ലാസം. സോ ഇത് ചില ക്വസ്റ്റ്യൻസ് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പ്രോസസ് ഒന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
So the correct answer, the disadvantage of parthenogenesis is lack of adaptability. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ ഒരു കൺസെപ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേരിയേഷൻ, അഡാപ്റ്റബിലിറ്റി, ജീനോടൈപ്പ്, ഫിനോടൈപ്പ്, ഈ ഒരു കൺസെപ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ഓർ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ ഓക്കെ, വേരിയേഷൻ എന്ന് പറഞ്ഞാല് വേരിയേഷൻ എന്ന് പറഞ്ഞാല് ഡിഫറൻസസിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ജീനോടൈപ്പിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം ഓഫ്സ്പ്രിങ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ്, ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസസിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ഹൈറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻ, നമ്മൾ എല്ലാവർക്കും നമ്മൾ മനുഷ്യരിൽ നിന്ന് നോക്കും, നമ്മുടെ ജനറ്റിക്, നമ്മുടെ എല്ലാവരുടെയും ജീനോം അല്ലെങ്കിൽ ക്രോമോസം ഒരേപോലെയാണ്. 23 സെറ്റ്സ് ഓഫ് ക്രോമോസം ഉണ്ട്. പക്ഷെ ഈ 23 സെറ്റ് ഓഫ് ക്രോമോസോമിലുള്ള ഇൻഫർമേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ഹൈറ്റ്സ് ഉള്ളത്, ഡിഫറെന്റ് കളേഴ്സ് ഉള്ളത്, ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പം ഈ വ്യത്യാസത്തിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേരിയേഷൻ കാരണം അഡാപ്റ്റബിലിറ്റി കൂടാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ വേരിയേഷൻ എന്താണെന്ന്? ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. Okay, sure. Next question. How are the non-motile pollen grains carried to the female gamete? Option A, insects. Option B, pollen tube. Option C, anther. And option D, stalk. Non-motile ആയിട്ടുള്ള pollen. Insects. Yeah, so actually a question എനിക്ക് തോന്നുന്നു the correct answer should be insects, because എങ്ങനെ എന്ന് ചോദിച്ചാല് പോളൻ ഗ്രെയിൻസ് ആണ് ക്യാരി ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തന്ന മെറ്റീരിയലില് ആൻസർ കൊടുത്തേക്ക് പോളൻ ട്യൂബ് ആണ്. സോ ജസ്റ്റ് ടു ക്ലാരിഫൈ ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ ഇപ്പോഴും നോട്ടീസ് ചെയ്തത് നോൺ മോട്ടൈൽ പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഗാമീറ്റ്സിലോട്ട് ക്യാരി ചെയ്യുന്നത് ഇൻസെക്ട്സ് വരെയാണ്. പക്ഷെ എന്താണ്, ഇൻസെക്ട്സ് എത്തിക്കുന്നുള്ളൂ, പോളൻ ഫീമെയിൽ ഗാമീറ്റിന്റെ ഉള്ളിലോട്ട് എത്തിക്കുന്നില്ല. അവര് ആ ഒരു ഫ്ലവറിന്റെ ഏറ്റവും ടിപ്പിലുള്ള സ്റ്റിഗ്മയിൽ അവിടെ എത്തിക്കുന്നുള്ളൂ. സ്റ്റിഗ്മയിൽ നിന്ന് ഓവറി, അതായത് ഫീമെയിൽ ഗാമീറ്റിന്റെ ഉള്ളിലോട്ട് എത്തിക്കുന്നത് ആക്ച്വലി പോളൻ ട്യൂബ്സ്. സോ പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് അടുത്ത് എത്തിക്കുന്നുള്ളൂ. ഫീമെയിൽ ഗാമീറ്റിന്റെ ഉള്ളിലോട്ട് എത്തിക്കുന്നത് ഇസ് ആക്ച്വലി ത്രൂ പോളൻ ട്യൂബ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് പോളൻ ട്യൂബ്. ഇപ്പം വിൻഡ്, വാട്ടർ, ഇൻസെക്ട്സ് എന്നൊക്കെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് pollen tube. Next question. In which of the following does syngamy occur inside? ബോഡിന്റെ ഉള്ളിൽ സിംഗമി നടക്കുന്നത് ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, algae. ഓപ്ഷൻ ബി, amphibians. ഓപ്ഷൻ സി, fishes. And ഓപ്ഷൻ ഡി, humans. സിംഗമി is also known as fertilization. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഉള്ളിൽ നടക്കുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Humans. Yeah, so the correct answer is option D, humans. Single fertilization രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ബോഡിന്റെ ഉള്ളിൽ നടക്കുന്നത്. അത് യൂഷ്വലി ഹയർ ഡെവലപ്ഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ്, നമ്മുടെ ഹ്യൂമൻസിലൊക്കെയാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. നേരെ മറിച്ച് ഈ ആൽഗെ, ഫിഷസ്, ആംഫിബിയൻസിലൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനുള്ള മീഡിയം എന്ന് പറയുന്നത് ഇസ് യൂഷ്വലി വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി സെൽ ഡിവിഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. സെൽ ഡിവിഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who coined the term meiosis? Option A, Van Buren and Hertwig. Option B, Boveri and Stuka. Option C, Wallai and Hofmeister. Option D, Farmer and Moore. ഇത് പിന്നെ ഓർത്തിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. സോ ഡി ആണോ? Yeah, so the correct answer is option D, Farmer and Moore. 1905 ഇവർ ഈ ടേം കോയിൻ ചെയ്തത്. ഓസ്കർ ഹെർട്വിഗ് ഇതിനെ കുറിച്ചിട്ട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏർലി 1876. പക്ഷെ മിയോസിസ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ഇറ്റ് വാസ് ഫാമർ ആൻഡ് മൂർ ഇൻ 1905. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Chromatic coiling in the meiotic and mitotic division is dash. Meiotic division, മിയോസിസിലും മൈറ്റോസിസിലും നടക്കുന്ന ക്രോമാറ്റിക് കോയിലിംഗ്, അതിന്റെ മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചത്. പ്ലെക്ടോണിമിക് ഇൻ ബോത്ത്,
Option B, paranemic in both. Option C, paranemic in mitosis and plectonemic in meiosis. Option D, plectonemic in mitosis and paranemic in meiosis. മിയോട്ടിക് ഡിവിഷനിലും മൈറ്റോട്ടിക് ഡിവിഷനിലും ക്രോമാറ്റിക് കോയിലിംഗിന്റെ മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so the correct answer is option D, plectonemic in mitosis and paranemic in meiosis. അതായത് മൈറ്റോട്ടിക് ക്രോമാറ്റിക് മൈറ്റോസിസിലുള്ള ക്രോമാറ്റിക് കോയിലിംഗ് is plectonemic, മിയോസിസിലുള്ള ക്രോമാറ്റിക് കോയിലിംഗ് is paranemic. പ്ലെക്ടോണമിക് കോയിലിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ DNA റെപ്ലിക്കേഷന് ശേഷം ഉണ്ടായി വരുന്ന സിസ്റ്റർ ക്രോമാറ്റിക്സ് പരസ്പരം ഭയങ്കര ടൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോയിൽ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ടൈറ്റ് കോയിലിംഗ് ആയതുകൊണ്ട് അവർക്ക് സെപ്പറേഷനിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം നേരെ മറിച്ച് മിയോസിസിൽ നടക്കുന്നത് പാരാനിമിക് കോയിലിംഗ് ആണ്. പാരാനിമിക് കോയിലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായി വരുന്ന സിസ്റ്റർ ക്രോമാറ്റിക്സ് കുറച്ചും കൂടെ ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ മിയോസിസിലാണ് നമ്മുടെ ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്നത്. ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമോസോംസ് വന്ന് പെയർ ചെയ്തിട്ട് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ പ്രോസസ് ഒക്കെ നടക്കുന്നത് മിയോസിസിലാണ്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോയിലിംഗ് ആണ് പാരാനിമിക് കോയിലിംഗ്. സോ ദ ടൈപ്പ് ഓഫ് കോയിലിംഗ് ക്രോമാറ്റിക് കോയിലിംഗ്, പ്ലെക്ടോണിമിക് കോയിലിംഗ് ഇൻ മൈറ്റോസിസ്, പാരാനിമിക് കോയിലിംഗ് ഇൻ മിയോസിസ്. ഇത് കൺഫ്യൂസ് ആവാണ്ട് ഇരിക്കുക. പ്ലെക്ടോണിമിക് അതായത് പ്ലെക്ടോ ടി വരുന്നുണ്ട്, മൈറ്റോസിസിൽ ടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. പ്ലെക്ടോണിമിക്, മൈറ്റോസിസ്, പാരാനിമിക് ഇൻ മിയോസിസ്. Next question. When there is an increase in condensation of chromatin during this process of cell division, what happens? സെൽ ഡിവിഷന്റെ സമയത്ത് ക്രൊമാറ്റിന്റെ കണ്ടൻസേഷൻ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, ഹെട്രോക്രോമാറ്റിൻ ഇൻക്രീസസ്. ഓപ്ഷൻ ബി, യൂക്രോമാറ്റിൻ ഇൻക്രീസസ്. ഓപ്ഷൻ സി, ഡിഫറൻസിയേഷൻ ഓഫ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ഡിക്രീസസ്. ഓപ്ഷൻ ഡി, ഡിഫറൻസിയേഷൻ ഓഫ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ഇൻക്രീസസ്. ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ കാരണം ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. ക്രോമോസോമിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so the correct answer is actually option A, heterochromatin increases. അപ്പം സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കാറുണ്ട്. സോ ഇങ്ങനെ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ വഴി നമ്മുടെ ക്രോമോസോമിൽ രണ്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് റീജൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ യു എന്ന് വെച്ചാൽ ട്രൂ ക്രോമാറ്റിൻ റീജൻസ് ആണ് യൂക്രോമാറ്റിൻ. സോ ഇത് ഇവിടുത്തെ പ്രത്യേകത, ആ റീജിയനുള്ള ക്രൊമാറ്റിൻ റെറ്റിക്യുലം കുറച്ചും കൂടെ ലൂസ് ആയിട്ടായിരിക്കും കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവുക. അത്രയ്ക്ക് ടൈറ്റ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും. കാരണം ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ജീൻസ് ആണ് എന്ത് പ്രോട്ടീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഈ ഭാഗത്തുള്ള ജീൻസിൽ നിന്നാണ് RNA ഉണ്ടായിട്ട് അല്ലെങ്കിൽ mRNA ഉണ്ടായിട്ട് MRNA നിന്ന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ യൂക്രോമാറ്റിൻ റീജൻ ആണ് ആക്ച്വലി ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന റീജൻ. നേരെ മറിച്ച് ഹെട്രോക്രോമാറ്റിൻ ഓപ്പോസിറ്റ് ആണ്. ഹെട്രോക്രോമാറ്റിൻ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടുത്തെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിൻ റെറ്റിക്കലും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് കണ്ടൻസ്ഡ് ആയിരിക്കും. സോ ഈ ഇവിടത്തെ ഉള്ള കണ്ടൻസേഷൻ കൂടുതലായിരിക്കും. സോ ഓൾസോ ഈ ഭാഗത്തുള്ള ജീൻസ് എന്താണ് അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാറില്ല. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഹെട്രോക്രോമാറ്റിൻ റീജിയനിലുള്ള ജീൻസിലുള്ള DNA കുറെ റിപ്പീറ്റേഷൻസ് ആണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറെ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസസ് കൊണ്ടാണ് ഹെട്രോക്രോമാറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ കൂടും തോറും ഹെട്രോക്രോമാറ്റിൻ വീണ്ടും ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. യൂക്രോമാറ്റിൻ അധികം നമുക്ക് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പാടില്ല. കാരണം ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. സോ കണ്ടൻസേഷൻ കൂടുന്തോറും ഹെട്രോക്രോമാറ്റിന്റെ ഭാഗം കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Condensation of chromosomes is observed in which stage? Option A, prophase 1. Option B, anaphase 1. Option C, metaphase 1. And option D, none of the above. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന കുറച്ചൊരു വലിയ പോർഷൻ ആണ്. കണ്ടൻസേഷൻ ഓഫ് ക്രോമോസോം ഏത് സ്റ്റേജിലാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനി ഗസസ്?
Metaphase 1. സോറി, മെറ്റാഫേസ് 1 ആണ് പറഞ്ഞത്. Metaphase 1. Option C. Okay, so the correct answer is actually option A, prophase 1. Metaphase എന്ന് നമുക്ക് നേരെ പറയാം. First and longest stage of meiosis 1 is prophase 1. അപ്പോൾ സെൽ ഡിവിഷനിൽ നടക്കുന്ന മിയോസിസ് ആയിക്കോട്ടെ, മിയോസിസിലാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഈ ഒരു ഓർഡറിലാണ് നടക്കുന്നത്. അപ്പൊ പ്രോഫേസ് 1 ആണ് ക്രോമോസോം കണ്ടൻസേഷൻ നടക്കുന്നത്. വേറെ കുറച്ച് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ DNA റെപ്ലിക്കേറ്റ് ചെയ്യും. ഓരോ ക്രോമോസോം റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറും. എന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയി രൂപപ്പെട്ടാൽ ഇത് കണ്ടൻസ് ചെയ്ത് കുറച്ച് ക്രോമോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചറായി മാറും. അപ്പം ക്രോമോസോം ആയിട്ട് കണ്ടൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൈക്രോസ്കോപ്പിനുള്ളിൽ കൂടെ ക്രോമോസോംസിന്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുക. അതിന് മുന്നേ, അതായത് ക്രോമോസോം കണ്ടൻസേഷന് മുന്നേ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ന്യൂക്ലിയസിനെ നോക്കിയാൽ ക്രോമോസോംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കുറെ ഇങ്ങനെ ത്രെഡ്സ് ഇങ്ങനെ ലൂസ് ആയിട്ട് പോലെ കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് കണ്ടൻസേഷന് ശേഷം നടക്കുന്ന പ്രോസസ് ആണ് സിനാപ്സിസ്. സിനാപ്സിസ് എന്ന് വെച്ചാൽ ഹോമോലോഗസ് ക്രോമോസോംസ് പെയർ ചെയ്യും. എന്നിട്ട് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയാം. സോ ഇതൊക്കെ നടക്കുന്നത് പ്രോഫേസ് 1 മിയോസിന്റെ പ്രോഫേസ് 1 വീണ്ടും കുറെ സബ് ഫേസസ് ഉണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, ഡിപ്ലോട്ടിൻ, പാക്കറ്റിൻ ഒക്കെ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഉള്ള സ്റ്റേജ് ആണ് മെറ്റാഫേസ്. ഞാൻ ഓപ്ഷൻസ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റാഫേസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത് ഇങ്ങനെ സിനാപ്സിസ് ആയി ക്രോസിംഗ് ഓവർ സംഭവിച്ചു. ക്രോസിംഗ് ഓവറിന് ശേഷം ക്രോമോസോംസ് സെപ്പറേറ്റ് ആവും, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഇവരെന്തെയും സെല്ലിന്റെ ഇക്വേറ്റോറിയൽ പ്ലെയിനിൽ പോയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കും. ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ മെറ്റാഫേസ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടൻസേഷൻ നടക്കുന്നത് പ്രോഫേസിലാണ്. എന്നിട്ട് എന്തെങ്കിലും അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആനാഫേസിന്റെ സമയത്താണ് ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്തിട്ട് 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്നത്. സെല്ലിന്റെ 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്നത് ആനാഫേസ് 1 സോ പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ് ആൻഡ് ടീലോഫേസ്. ടീലോഫേസിന്റെ സമയത്ത് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ആനാഫേസിൽ ന്യൂക്ലിയസ് 2 പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് 2 അറ്റത്തോട്ടാവും. ടീലോഫേസ് ആകുമ്പോഴേക്ക് 2 സെല്ല് ഡിവൈഡ് ചെയ്ത് വരും. സോ നിങ്ങൾ മിയോസിസ്, മൈറ്റോസിസ് ആ സ്റ്റേജസ് പ്രോപ്പറായിട്ട് പഠിക്കണം. സ്റ്റേജസിന്റെ ഓർഡർ മാറരുത്. ഓരോ സ്റ്റേജിലും എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രോപ്പറായിട്ട് പഠിക്കും. ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ഫിഗർ ഉണ്ടെങ്കിൽ ഫിഗർ നോക്കി പഠിച്ചാൽ ഇറ്റ് വുഡ് ബി ഈസിയർ ടു റിമെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ ഹലോ. സോറി, യാ സർ ഈ ക്വസ്റ്റ്യൻ മൈറ്റോസിസിന്റെ കേസിലാണെങ്കിൽ മെറ്റാഫേസ് അല്ലേ ആൻസർ വരിക? ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള സ്റ്റേജ്. മൈറ്റോസിസിന്റെ കേസിലാണെങ്കിൽ മെറ്റാഫേസ് അല്ലേ ആൻസർ വരിക? മെറ്റാഫേസ് പ്രോഫേസിന്റെ അവസാനത്തോട്ടാണ് ക്രോമോസോംസ് ക്ലിയർലി വിസിബിൾ ആവുന്നത്. മെറ്റാഫേസ് എന്ന് പറയുന്നത് മെറ്റാഫേസ് പ്ലേറ്റിൽ നമുക്ക് ഇങ്ങനെ ക്രോമോസോംസ് വിസിബിൾ ആവുന്നതാണ്. കാരണം ക്രോമോസോം കണ്ടൻസേഷൻ നടക്കുന്നത് പ്രോഫേസിലാണ്. സോ മൈറ്റോസിസിന്റെ കേസിലും മൈറ്റോസിസിന്റെ കേസിലും ക്രോമോസോംസ് ക്ലിയർലി വിസിബിൾ ആവുന്നത് പ്രോഫേസിൽ തന്നെയാണ്. പ്രോഫേസിന് തുടക്കത്തിലോട്ട് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. എൻഡ് സ്റ്റേജ് ആവുമ്പോഴേക്കും നമുക്ക് വിസിബിൾ ആയിരിക്കും. അല്ല, ഈ മൈറ്റോസിസില് മെറ്റാഫേസിലല്ലയോ കണ്ടൻസേഷൻ നടക്കുന്നത്? ആ സർ, ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടൻസേഷൻ ഓവർ ആൻഡ് ക്രോമസോംസ് ആർ ക്ലിയർലി വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. മെറ്റാഫേസിലാണ് അത് കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചത്. ആണോ? ഓക്കെ, സോ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് പറയാം. എന്റെ ഒരു ഓർമ്മയില് മെറ്റാഫേസിൽ മെറ്റാഫേസ് ക്രോമോസോംസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിന് ശേഷം നോട്ട് അയക്കാം. എന്തായാലും മിയോസിസിന്റെ കേസിൽ പ്രോഫേസിലാണ് എന്താണ് ക്രോമോസോംസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കുന്നത്. സോ ഡൗട്ട് ഞാൻ ജസ്റ്റ് ചിലപ്പോൾ എനിക്ക് പറ്റിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. Alright, so the next question. Nuclear DNA replicates in which phase? Option A, G2 phase. Option B, M phase. Option C, S phase. And option D, none of the above. Nuclear DNA replication നടക്കുന്നത് ഏത് ഫേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option C. Yeah. So correct answer is S phase. From cell cycle നമുക്ക് ഇന്റർഫേസ് ഉണ്ട്, ഡിവിഷൻ ഫേസ് ഉണ്ട്. അപ്പൊ ഇന്റർഫേസിലുള്ള മെയിൻ ഫേസ് ആണ് എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്. ഈ സിന്തസിസ് ഫേസിലാണ് സെല്ല് അവരുടെ DNA കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പം എന്താണ് രണ്ട് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കിട്ടും. അതിനുശേഷം എസ് ഫേസിന് ശേഷമുള്ള ഫേസ് ആണ് G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ് 2 ഫേസ്. അപ്പം ഇവിടെ കൂടുതൽ നടക്കുന്ന സെൽ ഗ്രോത്ത് ആണ്, മൈറ്റോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എം ഫേസ് എന്ന് പറയുമ്പോൾ മൈറ്റോസിസ് ഫേസ്, ഇവിടെയാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ നടന്ന് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. സോ എസ് ഫേസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ DNA replication double. Next question, again quite an easy question. What is the number of DNA in the chromosome at the G2 stage of cell cycle? Option A 1n, option B 2n, option C 3n, and option D 0. G2 phase ആകുമ്പോഴേക്കും ക്രോമോസോം ഉണ്ടാവാൻ ക്രോമോസോമിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടാകും? 1n ആണോ 2n ആണോ 3n ആണോ ചോദിച്ചിരിക്കുന്നത്, or 0? Option A. So correct answer is actually option B. Yeah, so correct answer is actually B. കാരണം S phase അല്ലെങ്കിൽ സിന്തസിസ് ഫേസിൽ DNA replication ആണ്. DNA replication നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതായത് DNA replication കാരണം സിസ്റ്റർ ക്രോമോസോമിന്റെ എണ്ണം ഡബിൾ ചെയ്തു. സോ നമ്പർ 2n ആയി. അപ്പം ഗ്യാപ് ഫേസിൽ എന്താണ് ക്രോമോസോമിന്റെ എണ്ണം 2n ആയിരിക്കും. സോ അതിനുശേഷം ഗ്യാപ് 2 ഫേസിന് ശേഷം എന്താണ് മൈറ്റോസിസ്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. മൈറ്റോസിസിലാവുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഓരോ ഇൻഡിവിജ്വൽ സെല്ലിലോട്ടും ക്രോമോസോംസ് സെപ്പറേറ്റ് ആവും. സോ G2 ഫേസിൽ ക്രോമോസോമിന്റെ ക്വാണ്ടിറ്റി ഇസ് ആക്ച്വലി 2n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the stage which serves as a connecting link between meiosis 1 and meiosis 2. meiosis 1നെ meiosis 2നെ ലിങ്ക് ചെയ്യുന്ന സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ എ ഇന്റർഫേസ് 2, ഓപ്ഷൻ ബി ഇന്റർഫേസ് 1, ഓപ്ഷൻ സി ഇന്റർ the above. Option Yeah, so the correct answer is interkinesis. Interphase എന്ന് പറഞ്ഞാല് മിയോസിസ് 1ലും മിയോസിസ് 2ലും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്റർഫേസ് ഒരു ലിങ്കിങ് സ്റ്റേജ് അല്ല. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് പ്രിപ്പറേറ്ററി ഫേസ് ആണ്. ഇപ്പം ഇന്റർകൈനസിസ് എന്ന് പറയുന്നത് മിയോസിസ് 1ഉം മിയോസിസ് 2ഉം ഇടയിലുള്ള ഒരു ചെറിയ റെസ്റ്റിംഗ് സ്റ്റേജിനാണ് നമ്മൾ ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. Next question, the longest stage in the cell cycle is option A interphase, option B anaphase, option C metaphase, and option D none of the above. interface. Yeah, so the correct answer is option A interface. Interface ആണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പം ഇന്റർഫേസിൽ തന്നെ എന്താണ് G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. അപ്പൊ ഇതൊക്കെ കൂട്ടി എടുക്കുമ്പോൾ കൂടുതലാണ്. നേരെ മറിച്ച് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആണ്. ജസ്റ്റ് അറൌണ്ട് 1 to 2 hours മൈറ്റോട്ടിക് ഫേസ് നടക്കുന്നുള്ളൂ. ആൻഡ് G1 phase around 10 hours, S phase around 5 to 6 hours, G2 phase around 3 to 4 hours. അപ്പൊ ഇതൊക്കെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോഴേക്ക് ഇന്റർഫേസിന്റെ ഡ്യൂറേഷൻ വളരെ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the dash state implies the exit of cells from cell cycle. Which state implies the exit of cells from cell cycle? Option A S, option B G1, option C G2, and option D G0. G0. Yeah, G0 തന്നെയാണ്. കറക്റ്റ് ആൻസർ ഇസ് G0. G0 ഫേസ് നമ്മൾ ക്വിസന്റ് സ്റ്റേജ് എന്നും പറയാറുണ്ട്. അതായത് ചില അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൈറ്റോട്ടിക് ഫേസിന് ശേഷം സെൽസ് ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് അങ്ങോട്ട് തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അവർ G0 ഫേസിലോട്ട് കടന്നു പോകും. സോ ആ ഒരു സമയം G0 എത്തിയാൽ അവർ പിന്നെ ഫെർദർ ഡിവൈഡ് ചെയ്യൂല. പക്ഷെ അതൊരു പെർമനന്റ് ഫേസ് അല്ല. അവർക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടിയാൽ വീണ്ടും അവർക്ക് സെൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ദെൻ യു ഹാവ് S phase, G1 phase and G2 phase, which we already discussed. Next question. Synapses is defined as the pairing of dash. Option A acentric chromosomes, option B non-homologous chromosomes, option C any chromosomes, and option D homologous chromosomes. ഇതിൽ സിനാപ്സിസ് ഏത് ടൈപ്പ് ക്രോമോസോം? Sorry?
ഓക്കെ, ഞാൻ കേട്ട Homologous chromosomes. Yeah, so the correct answer is homologous chromosomes. Homologous chromosomes എന്ന് നമുക്കറിയാം ഒരേപോലെ തന്നെ ഒരേ ജീൻസ് ഉള്ള ക്രോമോസോംസ് ആണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോം പറയാം. അപ്പം അല്ലെങ്കിൽ പക്ഷേ ഈ ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി സെയിം ആയിരിക്കില്ല, അവർക്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അലീൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹോമോലോഗസ് ക്രോമോസോം പെയറിംഗ് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്താണ്. മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും തമ്മിൽ പെയർ ചെയ്തിട്ടൊക്കെയാണ് നടക്കുക. ആ സമയത്താണ് ഹോമോലോഗസ് ക്രോമോസോം പെയറിംഗ് നടക്കുന്നത്. സോ അസെൻട്രിക് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ ഇല്ലാത്ത ക്രോമോസോംസിനാണ് നമ്മൾ അസെൻട്രിക് ക്രോമോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ കോമൺ അല്ലാത്ത അല്ലെങ്കിൽ സിമിലർ അല്ലാത്ത ക്രോമോസോംസിനാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് സെൽ ബേസിക് ആയിട്ടുള്ള സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓർഗനൽസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സെൽ ഹോമോജനി ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ്? ഓപ്ഷൻ എ ഓട്ടോ റേഡിയോഗ്രഫി, ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ സെൻട്രിഫിക്കേഷൻ, ഓപ്ഷൻ സി ക്രോമാറ്റോഗ്രഫി ആൻഡ് ഓപ്ഷൻ ഡി എക്സ്റേ ഡിഫ്രാക്ഷൻ. സെൽ ഓർഗനൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Differential centrifugation. Yeah, the correct answer is differential centrifugation. അതായത് സെല്ലിന്റെ ഓർഗനൽസ് അവരുടെ സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി ഇതിനൊക്കെ അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഷൻ വഴി അത് നമ്മളിങ്ങനെ ഒരു കറക്കും കുറെ സ്പീഡിൽ. അപ്പം അവരുടെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യും. സോ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് സെഡിമെന്റ് ചെയ്യും, ഡെൻസിറ്റി കുറവാണെങ്കിൽ മെല്ലെ സെഡിമെന്റ് ചെയ്യുള്ളൂ, മേലെ പൊങ്ങി നിൽക്കും, അങ്ങനെയൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which structure performs the function of mitochondria in bacteria? Option A mesosomes, option B ribosomes, option C cell wall and option D nucleus. Mitochondria function bacteria. Yeah, so the correct answer. Yeah, mesosomes ആണ്. mesosomes എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ട് ആണ്. അപ്പൊ അവർക്ക് സെൽ ഓർഗനൽസ് ഇല്ല, മൈറ്റോകോൺട്രിയ ഒന്നും ഇല്ല. വിച്ച് മീൻസ് മീസോസോംസ് എന്ന് പറയുന്ന പ്ലാസ്മ മെംബ്രെയിനുള്ള ഇൻഫോൾഡിങ്സ് ആണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ATP പ്രൊഡക്ഷൻ, DNA റെപ്ലിക്കേഷൻ ഉള്ള സഹായിക്കുക, ഓൾസോ സെൽ ഡിവിഷനുള്ള ഫോർമേഷൻസ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are not membrane bound? Option A ribosomes, option B mesosomes, option C vacuoles and option D lysosomes. മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത സെൽ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ribosomes. Yeah, so the correct answer is ribosomes. Ribosomes എന്ന് പറയുന്നത് മെംബ്രെയിൻ ഇല്ലാത്ത സ്ട്രക്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും കാണുന്നത്. യൂകാരിയോട്സിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും മെംബ്രെയിൻ ഉണ്ട്, കർവർ. നേരത്തെ റൈബോസോംസിന് അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. Next question, which one of the following is not considered as a part of the endomembrane system? Option A lysosome, option B vacuole, option C Golgi complex and option D peroxisome. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത ഓർഗണൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Peroxisome. Yeah, the correct answer is peroxisome. എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം സെല്ലിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസ്, ഹോർമോൺസ് അല്ലെങ്കിൽ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ പ്രോസസ് പ്രൊഡ്യൂസ് ചെയ്തു, പാക്ക് ചെയ്ത് പിന്നെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ലൈസോസോം, വാക്യൂൾ, ഗോൾഗി കോംപ്ലക്സ് ഒക്കെ. പക്ഷെ പെറോക്സിസോം അതിൽ ഇൻവോൾവ് അല്ല. പെറോക്സിസോം മെംബ്രെയിനുള്ള സ്ട്രക്ചേഴ്സ് ആണ്. കൂടുതലും നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് പെറോക്സിസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജെർമിനേറ്റിംഗ് സീഡ്സ് fatty acids are degraded exclusively in which of the following? Glyoxysomes, proplastids, peroxisomes and mitochondria. Germinating seeds le fatty acids ne break ചെയ്യുന്ന സെൽ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Any guesses? Glyoxysomes. Yeah, the correct answer is glyoxysomes. Glyoxysomes എന്ന് പറയുന്നത് പെറോക്സിസൈൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് പെറോക്സിസോംസ് ആണ്. ഈ ഫാറ്റ് ഒക്കെ കുറെ ഉള്ള പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ഓർഗൻ ആണ് ഗ്ലയോക്സിസോം. ഇത് ഫാറ്റ് സ്റ്റോറേജിങ് ടിഷ്യൂസ് ആണ്. ജെർമിനേറ്റിംഗ് സീഡ്സിലും ഫിലമെന്റ് ഫംഗയിലൊക്കെ കാണുന്ന ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഓർഗനൈസ് ആണ് ഗ്ലയോക്സിസോം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളില് ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഉണ്ടാവും. സോ അവർ ബ്രേക്ക് ചെയ്യുന്ന ഈ പ്രോസസ്സിനാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ബീറ്റ ഓക്സിഡേഷൻ വഴി എന്ത് ചെയ്യും, ഇവര് ഫാറ്റിനെ ബ്രേക്ക് ചെയ്ത് ഷുഗേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് എന്നിട്ട് ഈ ജെർമിനേറ്റിംഗ് സീഡ്സിന് എനർജി കിട്ടുന്നത്. അവർ വിത്ത് മുളച്ച് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Ribosomal RNA is actively synthesized in which region? Option A, ribosomes. Option B, nucleolus. Option C, nucleoplasm. And option D, lysosomes. Ribosomal RNA synthesize ചെയ്യുന്നത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so the correct answer is actually option B, nucleolus. Ribosomal RNA, റൈബോസോമിനെ എൻകോഡ് ചെയ്യുന്ന RNA എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പം അത് ന്യൂക്ലിയസിലുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ന്യൂക്ലിയോളസ്. ന്യൂക്ലിയോളസിലാണ് റൈബോസോമിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസ് ഒക്കെ കാണപ്പെടുന്ന ഭാഗം ന്യൂക്ലിയോളസ് ആണ്. സോ ഈ ഒരു ഭാഗമാണ് റൈബോസോമൽ RNA അല്ലെങ്കിൽ RNA സിന്തസൈസ് ചെയ്യുന്നത്. റൈബോസോമൽ RNA എന്താണ് റൈബോസോംസ് ഉണ്ടാക്കേണ്ട ജീൻസ് ഉണ്ടാവും. അത് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് mRNA ആവും. then you it converted into proteins. അങ്ങനെ റൈബോസോംസിന് സിന്തസൈസ് ചെയ്യും. ഇപ്പൊ ന്യൂക്ലിയസിലുള്ള ഒരു സെപ്പറേറ്റ് ഭാഗമാണ്. അവിടെയാണ് റൈബോസോമൽ RNA എൻകോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Middle lamellae is mainly composed of which of the following? Option A, hemicellulose. Option B, uramic acid. Option C, calcium pectide. And option D, phosphoglycerides. Middle lamellae main component ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഗസ്, എനി ഗസസ് ഏതായിരിക്കുമെന്ന്? ഓപ്ഷൻ സി. Yeah, the correct answer is option C, calcium pectide. മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിൽ രണ്ട് പ്ലാന്റ് സെൽസിൽ ഇടയിലുള്ള സിമെന്റിംഗ് മെറ്റീരിയൽ ആണ് മിഡിൽ ലാമെൽ. അപ്പൊ ഇത് മെയിൻ കോമ്പണന്റ് ഇസ് കാൽഷ്യം പെക്റ്റൈഡ്. സെൽ ഡിവിഷന് ശേഷം ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് മിഡിൽ ലാമെൽ. അപ്പൊ അതിലുള്ള മെയിൻ കോമ്പണന്റ് ഇസ് കാൽഷ്യം പെക്റ്റൈഡ്. ഉണ്ടായിരിക്കുന്നത് ഷുഗേഴ്സും കാൽഷ്യം അയോൺസും വെച്ചിട്ടാണ്. ദെൻ ഹെമി സെല്ലുലോസ് എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിൽ വേറൊരു കോമ്പണന്റ് ആണ്. പക്ഷെ അവര് സെൽ വോളിലാണ് കാണുന്നത്, മിഡിൽ ലാമെല്ലയിലല്ല കാണുന്നത്. അതേപോലെ മ്യൂറാമിക് ആസിഡ് ഇസ് ആക്ച്വലി ഫൗണ്ട് ഇൻ സെൽ വോൾസ് ഓഫ് ബാക്ടീരിയ. പ്ലാന്റ് സെൽസിൽ മ്യൂറാമിക് ആസിഡ് ഇല്ല. ദെൻ ഫോസ്ഫോഗ്ലിസറൈഡ്സ് പ്ലാസ്മ മെംബ്രെയിനുള്ള മെയിൻ കോമ്പണന്റ് ആണ്. ഫോസ്ഫോഗ്ലിസറൈഡ്സ് അവർ സെൽ വോളിലുള്ള കോമ്പണന്റ് അല്ല. സോ അതാണ് മനസ്സിലായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ എൻവലപ്പ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഓപ്ഷൻ എ, മെംബ്രെയിൻ ഓഫ് ഗോൾഗി കോംപ്ലെക്സ്. ഓപ്ഷൻ ബി, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓപ്ഷൻ സി, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആൻഡ് ഓപ്ഷൻ ഡി, മൈക്രോട്യൂബ്യൂൾസ്. ന്യൂക്ലിയസിന് ചുറ്റുള്ള ന്യൂക്ലിയർ എൻവലപ്പ് ഏതിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സർ. The correct answer is actually option C, rough endoplasmic reticulum. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഇന്നർ എൻവലപ്പ് ഉണ്ട്, ഔട്ടർ എൻവലപ്പ് ഉണ്ട്. അപ്പം ഇതിന്റെ ഔട്ടർ എൻവലപ്പ് നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ട് ഭയങ്കര കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫിഗർ ഒക്കെ നോക്കുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ തമ്മിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത്. So actually nuclear envelope is a derivative of endoplasmic reticulum. അതുപോലെ തന്നെ സെൽ ഡിവിഷൻ സമയത്ത് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ആവുമല്ലോ. അതിനുശേഷം ന്യൂക്ലിയർ എൻവലപ്പ് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവുന്നത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two subunits of ribosome remain united at a critical ion level of which of the following? Calcium, magnesium, manganese, copper. നമ്മുടെ റൈബോസോംസിൽ രണ്ട് സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അയോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so I'll just say the answer. Correct answer is magnesium. നമുക്ക് ലാർജ് ആൻഡ് സ്മോൾ സബ് യൂണിറ്റ്സ് ഉണ്ട് റൈബോസം. യൂക്കാരിയോട്ടിക് റൈബോസോമിലും പ്രോകാരിയോട്ടിക് റൈബോസോമിലും ലാർജ് ആൻഡ് സ്മോൾ സബ് യൂണിറ്റ് ഉണ്ട്. ഇതിന് രണ്ടെണ്ണത്തിനെയും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അയോണിക് കോൺസെൻട്രേഷൻ ഇസ് മഗ്നീഷ്യം. ഇപ്പൊ പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് അതായത് mRNA നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ ആക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ രണ്ട് സബ് യൂണിറ്റും ഒന്നിച്ച് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അയോൺ ഇസ് ആക്ച്വലി മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പം പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കൂല. യൂക്കാരിയോട്സിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 1 to 2 മില്ലിമോൾസ് ആൻഡ് പ്രോകാരിയോട്സിൽ അറൌണ്ട് 0.5 മില്ലിമോൾസ് ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chromosomes in which centromere is situated close to one end are known as acrocentric, metacentric, telocentric, and submetacentric. Centromere, chromosome centromere. Yeah. So the correct answer is
so the correct answer is actually acrocentric. Acrocentric എന്ന് പറയുമ്പോൾ അറ്റത്ത് ക്ലോസ് ടു ദി എൻഡ് ആണ്. ഒരു അറ്റത്തോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ അക്രോസെൻട്രിക് ക്രോമോസ് എന്ന് പറയുന്നത്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഓൾമോസ്റ്റ് ഇൻ ദി മിഡിൽ, അപ്പൊ ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ മിഡിലിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും, കുറച്ച് മേലെയോ കുറച്ച് താഴോട്ടായിരിക്കും, അതാണ് സബ് മെറ്റാസെൻട്രിക്. ടീലോസെൻട്രിക് എന്ന് പറയുന്നത് ഏറ്റവും അറ്റത്തായിരിക്കും. സോ അതിന്റെ ടിപ്പ് ഓഫ് ദി ക്രോമോസം ആണെങ്കിൽ അതിന്റെ ടീലോസെൻട്രിക് എന്നാണ് പറയുന്നത്. കോമൺ അല്ല, ഏതോ നമ്മുടെ ഹ്യൂമൻ ക്രോമോസിൽ ഏതോ ഒറ്റ മാത്രമേ ടീലോസെൻട്രിക് ആയിട്ടുള്ളൂ. അപ്പൊ ഒറ്റ ഒരു ആം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. മറ്റെല്ലാ കേസസിലും ക്രോമോസോമിന് ഒരു ലോങ് ആം ഉണ്ടാവും, ഷോർട്ട് ആം ഉണ്ടാവും, പി ആം ആൻഡ് ക്യൂ ആം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is not a constituent of cell membrane? Cell membrane constituent അല്ലാത്ത കോമ്പണന്റ് ഏതാണ്? കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, പ്രോലൈൻ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, പ്രോലൈൻ. പ്രോലൈൻ ആണ് സെൽ മെമ്പറിന്റെ കോൺസ്റ്റന്റ് അല്ലാതെ. സി ഫോസ്ഫോലിപ്പിഡ്സ് നമുക്കറിയാം മെയിൻ കോമ്പണന്റ് ആണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ദെൻ അതായത് മറ്റേ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രകാരം ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് ഒരു പ്ലാസ്മ മെമ്പറിന്റെ മെയിൻ കോമ്പണന്റ്. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ട്, ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ട്. ദെൻ പ്ലാസ്മ മെമ്പറിൽ പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ പ്രോലൈൻ ഒരു മെയിൻ കോമ്പണന്റ് ആണ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് പ്രോലൈൻ. ഓക്കെ, സോ അത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ.